അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام. وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ വംശഹത്യയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ സവിശേഷമായി മുഹറമിലെ വിമോചനത്തിൻ്റെ പാഠങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മുടെ രാജ്യത്തും സമകാലിക ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വംശഹത്യയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഏതാനും ആഴ്ചകളായി നമ്മുടെ മിമ്പറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഈ വെള്ളിയാഴ്ചക്ക് മുമ്പുള്ള ദിനങ്ങളിലായി ഈ വിഷയകമായ സവിശേഷമായ 2 സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നോ എന്നറിയില്ല. അതിലൊന്ന് ഒരു മുസ്ലിം വംശഹത്യയുടെ വാർഷിക അനുസ്മരണമായിരുന്നു. കഴിഞ്ഞ ജൂലൈ 11 1995 ജൂലൈ 11 സബ്നിക്കയിലെ 8000-ഓളം വരുന്ന ബോസ്നിയൻ മുസ്ലിമീങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കൊല ചെയ്യപ്പെട്ട ആ വംശഹത്യയുടെ സ്മരണ ദിനമായിരുന്നു കഴിഞ്ഞ ജൂലൈ 11. 1991 മുതൽ 95 കൂടിയ വർഷങ്ങൾ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി 100,000-ലധികം മുസ്ലിമീങ്ങൾ കൊല ചെയ്യപ്പെടുകയും കുറേ അധികം ആളുകൾ നാട് വിട്ടു പോകേണ്ടി വരികയും 25 ദശലക്ഷം മുസ്ലിമീങ്ങൾ നാട് കടത്തപ്പെടുകയും 60-70 വയസ്സുള്ള സ്ത്രീകൾ വരെ ബലാത്കാരം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ വേഗത്തിൽ കാര്യങ്ങൾ മറന്നു പോവാറാണ്. പക്ഷെ ലോകത്ത് ഈ വിഷയകമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമൊക്കെ ഈ ദിനങ്ങളെ സ്മരിക്കാറുണ്ട്. ആരാണ് ഈ കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്തത് എന്ന് പഠിക്കുമ്പോൾ നാം ഏറെ അത്ഭുതപ്പെട്ടു പോകും. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ തീവ്ര നിലപാടിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ വക്താക്കളായിരുന്നു ഈ കൂട്ട കൊലക്ക് നേതൃത്വം കൊടുത്തത്. യൂഗോസ്ലാവിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ, പേര് മിമ്പറിൽ വെച്ച് പറയുന്നില്ല, അവരായിരുന്നു ഈ കൂട്ടക്കൊല നടത്തിയത്. വർഗീയതയും മതവർഗീയതയും വംശവർഗീയതയും ഒക്കെ ഇങ്ങനെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്
ഈ സാമൂഹിക ക്രമത്തിനകത്ത് എന്ന് ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. സാർവലൗകികതയും സാർവദേശീയതയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വക്താക്കൾക്ക് ഏതവസ്ഥയിലും അവർ കൊണ്ടു നടക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി മുസ്ലിം വിരുദ്ധരായി, മുസ്ലിം സമൂഹത്തോട് വിദ്വേഷമുള്ളവരായി, അവരെ ഒന്നടങ്കം നിഷ്കരണം കൂട്ടക്കൊല ചെയ്യാൻ മാത്രം ക്രൂരത കാണിക്കാൻ കഴിയും എന്ന സംഭവമാണ് ഈ വിഷയം നമ്മെ ശരിക്കും മനസ്സിലാക്കി തരുന്നത്. നാം ചവിട്ടി നിൽക്കുന്ന ഭൂമികയിൽ ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സെക്യുലറായി കണ്ടുകൊണ്ടിരിക്കുന്ന പലരും സംസാരിക്കുമ്പോൾ ഈ പേടിപ്പെടുത്തുന്ന ചരിത്രമാണ് നമ്മുടെയൊക്കെ മനോമുഖരത്തിലേക്ക് കടന്നു വരിക. ഇത് നാം പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. രണ്ടാമത്തെ ഒരു സംഭവം, കഴിഞ്ഞ ഖുതുബയിൽ നാം പരാമർശിച്ച റോഹിംഗ്യൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട 500ഓളം പേർ ബോട്ട് മുങ്ങി മരിച്ചു എന്നതാണ്. രാഖൈൻ പ്രദേശത്ത് നിന്ന് അവരിപ്പോഴും കുടിയൊഴിഞ്ഞു പോകേണ്ടി വരികയാണ്. ഇപ്പൊ ജനോസൈഡുമായി ബന്ധപ്പെട്ട, വംശഹത്യയുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ ഖുതുബകളിൽ പറയപ്പെട്ട സംഗതികളൊക്കെ ഇപ്പോഴും ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം നാട്ടിൽ അവർക്ക് ഇപ്പോഴും ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് അഭയാർത്ഥികളായിട്ട് പോയതാണ്. ബോട്ട് മുങ്ങി 500ഓളം പേര് മരിച്ചു. അതെല്ലാം ജീവിതങ്ങളാണ്. നമ്മെപ്പോലെ ഒരുപാട് സ്വപ്നങ്ങൾ മണ്ണിൽ മെനഞ്ഞു കൂട്ടിയ മനുഷ്യർ മുസ്ലിമീങ്ങളായി എന്ന ഒറ്റ കാരണത്താൽ. അതുകൊണ്ട് സഹോദരന്മാരെ, ലോകത്ത് നടക്കുന്ന സംഭവഗതികളെ ആ നിലക്ക് തന്നെ നോക്കിക്കാണാൻ മുഹറമിന്റെ സവിശേഷമായ വിമോചന പാഠങ്ങൾ പഠിക്കുന്ന നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മുഖദ്ദിമയിൽ ഓതി വെച്ച സൂക്തം സൂറ അൽ ബഖറയിലെ 204, 205 ആയത്തുകളാണ്. മനുഷ്യന്റെ നിലനിൽപ്പിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച്, ഏതൊരു വിഭാഗത്തിന്റെയും നിലനിൽപ്പ് സാധ്യമാകാത്ത വിധം അവരെ ഇങ്ങനെ കുടുസിലേക്ക് തള്ളിവിടുന്ന, അവരെ നിഷ്കരുണം മരണത്തിലേക്ക് തള്ളിവിടുന്ന, അവരുടെ നിലനിൽപ്പിനെ ഇല്ലായ്മ ചെയ്യുന്ന, അവരെ അരികുവൽക്കരിക്കുന്ന, അവരുടെ വിളികളും തെളികളും രോദനങ്ങളും കേൾക്കാത്ത ഭരണകൂടങ്ങളെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് ഈ സൂക്തം. അത് എന്നത്തേക്കും ഒരു പാഠമാണ്. അള്ളാഹ് പറയാ, വമിനന്നാസി മൈ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്ത് ദുനിയ. ദുനിയാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയുന്നവരെ നിനക്ക് കാണാം. അവരുടെ സംസാരം നിന്നെ അത്ഭുതപ്പെടുത്തും. വികസനത്തെക്കുറിച്ച്, വളർച്ചയെക്കുറിച്ച്, രാഷ്ട്രത്തിന്റെ സുസ്ഥിതിയെക്കുറിച്ച്, രാഷ്ട്രത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ അതിർത്തി സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, അതിനകത്ത് വിധ്വംസക പ്രവർത്തനം ഇല്ലാതാക്കാൻ എന്ന ന്യായം ചൊല്ലി അങ്ങനെ വ്യത്യസ്തമായ അത്ഭുതപ്പെടുന്ന വർത്തമാനങ്ങൾ ആ രാജ്യവുമായി ബന്ധപ്പെട്ട് അവരിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ പ്രവാചകരെ താങ്കൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫി ഖൽബിഹി. അവര് പറയുന്നത് ആത്മാർത്ഥമാണെന്ന് ബോധ്യപ്പെടുത്താൻ ദൈവത്തെ കൂട്ടുപിടിച്ച് സത്യം ചെയ്ത് പറയുക വരെ ചെയ്യും. നല്ലൊരു ശതമാനവും മതവിശ്വാസത്തിന്റെ പേരിലാണല്ലോ ഈ പറഞ്ഞൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ വിശ്വസിക്കുന്ന ദൈവത്തിന്റെയും വേദത്തിന്റെയും അവരുണ്ടാക്കിയെടുത്ത സംഹിതയുടെയും ഭാഗമായിട്ട് അവർ പറയുന്നത് ആത്മാർത്ഥമാണെന്ന് ബോധ്യപ്പെടുത്താൻ അവർ ദൈവത്തെ ആണയിട്ട് സാക്ഷ്യം വെച്ച് സംസാരിക്കും. വഹുവ അലദ്ദുൽ ഹിസാം, ഏറ്റവും വലിയ കുതന്ത്രക്കാരാണ് അവർ. എന്നിട്ട് അല്ലാഹ് പറയാ, വൈദാ തവല്ലാ സആഫിൽ അർദ്. അങ്ങനെ ഇപ്പറഞ്ഞ ആളുകളുടെ കയ്യിൽ അധികാരം എത്തിയാൽ അവരെന്തിനാണ് പരിശ്രമിക്കുക? സആഫിൽ അർദി, അവര് ഭൂമിയിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. യുഫ്സിദ ഫീഹ, ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ. കുഴപ്പമെന്ന് പറയുമ്പോൾ കേവല അർത്ഥത്തിലല്ല. വയുഹ്ലികൽ ഹർസ വന്നസ്ൽ, മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ, തലമുറകളെ തന്നെ നശിപ്പിക്കും. നസ്ൽ എന്ന വംശപരമ്പര എന്ന ഒരു വംശത്തിന് നിലനിൽക്കാൻ അനിവാര്യമാണ് അതിന്റെ പരമ്പരയുടെ തുടർച്ച എന്ന്. അവരുടെ തലമുറകൾക്ക് തുടരാൻ പറ്റണം ഒരു മണ്ണിൽ. അപ്പൊ അങ്ങനെയുള്ള തുടർച്ച ഇല്ലാതാക്കിയിട്ട് പരമ്പരയെ തന്നെ നശിപ്പിക്കും. കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെക്കുന്നതിന് പിന്നെ ഉദ്ദേശം ഇതാ, തലമുറകളെ നശിപ്പിക്കുക. യുഹ്ലികൽ ഹർസ, കൃഷി നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ കേവലം കൃഷി എന്ന് വിചാരിക്കേണ്ട. മനുഷ്യന് മുമ്പേ പരിചയമുള്ള അവന്റെ ജീവനോപാധിയാണ് കൃഷി, വരുമാന മാർഗം. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതോപാധിയായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, അത് തൊഴിലാവാം, കൃഷിയാവാം, വ്യവസായമാകാം, ഉപജീവനത്തിന്റെ മറ്റു വ്യത്യസ്ത വഴികളാവാം, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തോ ആവട്ടെ. അപ്പൊ അത്തരത്തിൽ മനുഷ്യന്റെ വംശ തലമുറയെ, വംശ പരമ്പരയെ തകർക്കുകയും അവന്റെ ജീവിത ഉപാധികളെ തകർക്കുകയും ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകളാണ് ഈ അധികാരം ഏറ്റെടുക്കുന്ന ആളുകൾ. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഈ കുഴപ്പത്തെ, ഈ ഫസാദിനെ അല്ലാഹ് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അപ്പോ മനുഷ്യൻ ഏത് വിഭാഗമാവട്ടെ
അവർക്ക് സ്വസ്ഥമായി മണ്ണിൽ ജീവിക്കാൻ സാധ്യമാകണം. അവരുടെ തലമുറകൾക്ക് വംശാവലിക്ക് തുടരാൻ കഴിയണം. അവരുടെ ഉപജീവനം മുടങ്ങാതിരിക്കണം. അവർക്ക് അവരുടെ സ്വാസ്ഥ്യത്തിൽ ജീവിക്കാൻ സൗകര്യപ്പെടണം. അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന എല്ലാവരും ഒന്നാം നമ്പർ കുഴപ്പക്കാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചാൽ അത് ഉൾക്കൊള്ളാൻ നമുക്കുണ്ടോ പ്രയാസം? അപ്പൊ അങ്ങനെ തലമുറകളെ നശിപ്പിക്കുന്ന, അവിടെ റോഹിംഗ്യയിലായിരുന്നാൽ, ഇപ്പുറത്ത് മറ്റേത് സ്ഥലത്തായിരുന്നാലും, ഇവിടെ ഇന്ത്യയിലായിരുന്നാൽ, അത് നോക്കി നിൽക്കാൻ ഒരു ഇസ്ലാമിക സാമൂഹിക ക്രമത്തിന് പറ്റില്ല എന്നതാണ്. കാരണം ഖുർആൻ പഠിപ്പിക്കുന്ന പാട് ഇവർ കുഴപ്പക്കാരാണ്. മനുഷ്യന്റെ നിലനിൽപ്പാണ് അപകടത്തിലാക്കുന്നത്, മനുഷ്യന്റെ ഉപജീവനമാണ് കുഴപ്പത്തിലാക്കുന്നത്. പശു അറിവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാർ അവരാണ്. ആ ഉപജീവനം നടത്തിയിരുന്ന അവിടെ ദലിതർ ഉൾപ്പെടെ അതിന്റെ തുകല് കൊണ്ട് വേറെ പലതും ഉണ്ടാക്കിയിട്ട് വിറ്റിരുന്നു. അങ്ങനെ ഉപജീവനത്തെ ഒരുപാട് മനുഷ്യരുടെ ഉപജീവനം തകർച്ചയിലായി. ഓരോ വശം എടുത്ത് പഠിച്ചാൽ അത് മനസ്സിലാക്കട്ടെ. അപ്പൊ ഇത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ അതിന്റെ മൂർത്തമായ അവസ്ഥയെ മുൻനിർത്തി അതിന്റെ ഏറ്റവും സുന്ദരമായ അവതരണമായി കൊണ്ട് ഖുർആൻ പറയാ, യുഹ്ലിക്കൽ ഹർസ വന്നസ്ൽ, മനുഷ്യന്റെ തലമുറകളെ അപകടത്തിലാക്കുന്ന, മനുഷ്യന്റെ ജീവിതോപാധികളെ അപകടത്തിലാക്കുന്ന ഈ കുഴപ്പക്കാർ, ആ കുഴപ്പക്കാരെ നാം ഒരിക്കലും അംഗീകരിക്കില്ല. അതുകൊണ്ട് അവർക്കെതിരെ മുസ്ലിം സമൂഹ നിലപാടുണ്ടാവണം. ഇനി പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച ഒരു തിരുവചനം കൂടി കേൾക്കുക. യുദ്ധം എന്നത് നമുക്കിടയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം തകർക്കലാണ്. ആശുപത്രി ലക്ഷ്യം വെക്കല. ക്യാൻസർ ആശുപത്രിയാണ് ഇപ്പോൾ ഇറാനിൽ തകർത്തിരിക്കുന്നത്. അങ്ങനെ ഓരോന്നും അങ്ങനെയാണ്. ഈ ഗസയിൽ തകർത്തതെല്ലാം അടിസ്ഥാനപരമായ മനുഷ്യന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ഉപാധികളാണ്. അപ്പൊ അത്തരം ഉപാധികളെ തകർക്കുന്ന യുദ്ധങ്ങൾ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ തിരുനബി യുദ്ധത്തിന് പോകുന്ന സഹാബാക്കൾ നിർദ്ദേശം കൊടുത്തപ്പോൾ ലാ തഖൂനു വലാ തഅ്ദിറു, നിങ്ങൾ ഒരിക്കലും വഞ്ചന കാണിക്കരുത്. യുദ്ധം നേർക്കുനേരെ ആത്മാർത്ഥമായിട്ട് എടുക്കണം, കരാറിന്റെ അടിസ്ഥാനത്തിലാവണം. ഇവിടെ ജനീവ കരാറിൽപ്പെട്ട ഒരുപാട് കരാറുകൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് UN ഉണ്ടാക്കിയ ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട്. അതനുസരിച്ചായിരിക്കണം യുദ്ധം. അതുകൊണ്ട് സമൂഹം അംഗീകരിച്ച ക്രമത്തിൽ വിരുദ്ധമായി നിങ്ങൾ വഞ്ചന കാണിക്കും. വലാ തുമസ്സിലു, മൃതദേഹങ്ങളെ അംഗഭംഗം വരുത്തരുത് എന്നാണ്. മൃതദേഹങ്ങൾ കൊണ്ടുപോയി അവയവങ്ങൾ ഊരിയെടുത്ത് വിൽക്കുന്ന ഇസ്രായേലി സൈന്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. രക്തം ഊറ്റിയെടുത്ത് വിൽക്കുന്നവർ, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾ മൃഗങ്ങളെ, ഇങ്ങനെയുള്ള മൃതശരീരങ്ങളെ അംഗഭംഗം വരുത്തരുത്. യുദ്ധരംഗത്ത് വീണെടുക്കുന്ന മൃതശരീരത്തിന്റെ എല്ലാ അവയവവും ഉണ്ടായിരിക്കണം, അതിന്റെ ആന്തരാവയം ഉൾപ്പെടെ. അത് നിങ്ങളായിട്ട് അംഗഭംഗം വരുത്താൻ പാടില്ല. വലാ തഖ്തുലു തിഫ്ലൻ സഗീറൻ വലാ ശൈഖൻ കബീറൻ വലാ ഇംറഅ, സ്ത്രീകളെ കൊല്ലരുത്, വൃദ്ധരെ കൊല്ലരുത്, കുഞ്ഞുങ്ങളെ കൊല്ലരുത്. യുദ്ധവുമായി ബന്ധപ്പെട്ട് തിരുനബിയുടെ നിർദ്ദേശമാണ്. ഫിസ്സവാമിഅ, മഠങ്ങളിൽ ആരാധന ഇരിക്കുന്ന അത്തരം പുരോഹിതന്മാരാണ്, അവരെ നിങ്ങൾ കൊല്ലരുത്. ഏത് വിഭാഗത്തിന്റെ? സവാമി പറഞ്ഞാൽ മുസ്ലിം ദേവാലയമല്ല, അമുസ്ലിം ആരാധനാലയങ്ങളാണ്. അത്തരം മഠങ്ങളിൽ ഇരിക്കുന്നവരെ നിങ്ങൾ കൊല്ലരുത്. വലാ തുഹരികു നഖ്ല, ഈത്തപ്പന മരങ്ങൾക്ക് തീയിടരുത്, അത് കരിച്ചു കളയരുത്. വലാ തഖ്തഉ ഷജറ മുസ്മിറ, ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷവും മുറിച്ചു കളയരുത്. വലാ തുഹദ്ദിമു ബിനാഅ, കെട്ടിടങ്ങൾ തകർക്കരുത്. ഇതൊക്കെ തിരുവചനങ്ങളാണ്. ഈ തിരുവചനങ്ങൾ നമ്മോട് എന്താ വിളിച്ചു പറയുന്നത്? പുതിയ കാലത്തെ മുൻനിർത്തി നമുക്ക് എന്താണ് ഇത് നൽകുന്ന വെളിപാടുകൾ? മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുക എന്നാണ്. പൂർണ്ണമായ സംഹാരം, ഒരു നീതിയും ധാർമ്മികത, ഇവരുടെ കയ്യിലുള്ള മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ധാർമ്മികത പോലും അവർ പാലിക്കുന്നില്ല. അങ്ങനെ ക്രൂരന്മാരാണ് ലോകത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നവർ, അവരാണ് നമ്മുടെ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നവർ. അതുകൊണ്ട് ഇതിനെതിരെ നിലപാടുള്ള ഒരു വിഭാഗമായിട്ട് മുസ്ലിം സമൂഹം നിലനിൽക്കണം. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അങ്ങനെയായിരിക്കണം, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അങ്ങനെയായിരിക്കണം, ഇസ്ലാമിക രാഷ്ട്രീയ സംവിധാനങ്ങൾ അങ്ങനെയായിരിക്കണം. കാരണം അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ആധാരം ഈ വേദഗ്രന്ഥമാകുന്ന ഖുർആനും അതിന്റെ അടിസ്ഥാനത്തിലെ തിരുവചനങ്ങളുമാണ്. എങ്കിൽ അവർക്ക് ഈ രണ്ടിന്റെയും അടിസ്ഥാന നിലപാട് സ്വീകരിക്കാൻ കഴിയണം. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കാണുന്നില്ല. ഇസ്ലാമിക രാജ്യങ്ങളുടെ നിലപാടുകൾ സംശയാസ്പദമാണെന്ന് വിവരമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ നടന്നുകൊണ്ടിരിക്കുന്ന ജനോസൈഡുമായി ബന്ധപ്പെട്ട എല്ലാ വിവരണങ്ങളും മുൻനിർത്തി അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല. UAE, ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ, ഈജിപ്ത് ഒക്കെ സംശയാസ്പദമായ നിലപാടിലാണ് പോകുന്നതെന്ന്
അതാത് രാജ്യങ്ങളിലെ അറിവുള്ള പണ്ഡിതന്മാർ പച്ചക്ക് തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഒരു ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നില്ല. അമേരിക്കയുടെ ക്യാമ്പുകൾ മിഡിൽ ഈസ്റ്റിൽ പാടില്ല എന്ന് വിചാരിച്ച് അതിനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി വരുമ്പോൾ അവസാനമായിട്ടിപ്പോൾ ഫ്രഞ്ച് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, സോമാലി ലാൻഡിൽ UAE-യും US-ഉം ഇസ്രായേലിന് പുതിയ ബേസ് തുറന്നിരിക്കുന്നത് ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെ വഞ്ചനാത്മകമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന കൂട്ടർ ഒളിഞ്ഞും തെളിഞ്ഞും മുന്നോട്ട് പോകുമ്പോൾ സഹോദരന്മാരെ, നമ്മൾ അറിയണം, ഈ വംശഹത്യക്ക് എതിരെ നമ്മെ സഹായിക്കാൻ ഈ മണ്ണിൽ നമ്മളല്ലാതെ വേറെ ആരുമില്ല. പിന്നെ അള്ളാഹുവിനെ തിരിച്ചറിയണം. അങ്ങനെ ഒരു നിലപാടിലേക്ക് നമ്മൾ വരണം. ഇത് പറയാനാണ് ഈ സംഭവങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കടന്നു വന്ന് ബനൂ ഇസ്രായേൽ സമുദായമാകുന്ന ആ മുസ്ലിം സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫിറൗനും കൂട്ടരും നടത്തുന്ന വംശഹത്യക്കെതിരെ ഒരു സ്ട്രാറ്റജി രൂപപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോയ ഓരോ സ്റ്റെപ്പും നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഇന്ത്യൻ അവസ്ഥയിലെ മുസൽമാന്മാർ തീർച്ചയായും പഠിക്കണം. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിലപാടുകളെ ഒന്ന് വിശകലനം ചെയ്യാം. നമുക്ക് ചില നിലപാടുകൾ സ്വീകരിക്കാൻ സഹായകമാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന പാഠം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കൊട്ടാരത്തിലാണ് വളർന്നത്. ചരിത്രം നമുക്കറിയാം. യുവാവായി അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാധാരണഗതിയിൽ ആളുകളൊക്കെ അശ്രദ്ധമായ ഒരു സമയത്ത്, ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്, അദ്ദേഹം പട്ടണത്തിലേക്ക് ഇറങ്ങി എന്നാണ് ഖുർആൻ പ്രയോഗിക്കുന്ന ആ ഭാഗം. നഗരവാസികൾ അശ്രദ്ധയിലായ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ പൊതുവെ വലിയ തിരക്കൊന്നുമില്ലാത്ത, പട്ടണം വല്ല സജീവമല്ലാത്ത ഒരവസ്ഥയിൽ മൂസാ നബി പട്ടണത്തിലേക്ക് വന്നു. രണ്ടുപേര് തമ്മിൽ ശണ്ട കൂടുന്നത് കണ്ടു. ആദാമിൻ ഷിയാത്തിഹി വ ആദാമിൻ അദുബിഹി. ഒരാള് തന്റെ വിഭാഗത്തിൽപ്പെട്ടവനാണ്. അപ്രയോഗം ശരിക്കും പഠിക്കണം. ഇസ്രായേൽ സമുദായക്കാരനാണ്, മുസ്ലിമാണ്. മറ്റവൻ അദുബ് എന്നാണ്, ശത്രു തന്നെ ഖുർആൻ പറഞ്ഞത്. കിബിത്തി ഭൂരിപക്ഷ വർഗീയ വിഭാഗം, അവിടുത്തെ സംഘപരിവാരം ഈജിപ്തിലെ, അതിന്റെ പ്രതിനിധിയാണ്. അപ്പൊ സംഘപരിവാരക്കാരനായ ഒരുത്തനും മുസ്ലിമായ ഒരുത്തനും തമ്മിൽ ശണ്ട കൂടുന്ന കാഴ്ച പ്രവാചകനല്ലാത്ത മൂസ കണ്ടു. പ്രവാചകനല്ലാത്ത മൂസ, അന്ന് മൂസ നബി പ്രവാചകനല്ല, ഒരു സാധാ മുസ്ലിം ചെറുപ്പക്കാരൻ, നല്ല രക്തത്തിലപ്പെട്ട ചെറുപ്പക്കാരൻ. 40 വയസ്സ് വരെ കൊട്ടാരത്തിൽ വളർന്നു എന്നൊക്കെയാണ് ഗവേഷണ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഈ ചെറുപ്പക്കാരനായ മൂസ ഇറങ്ങിയപ്പോ ഈ കാഴ്ച കണ്ടു. അപ്പോ സ്വസമുദായക്കാരനായ, മുസ്ലിം സമുദായക്കാരനായ ഈ ചെറുപ്പക്കാരൻ ഈ യുവാവായ മൂസയെ സഹായത്തിന് വിളിച്ചപ്പോ അദ്ദേഹത്തിന് അറിയാം മൂസ ഇസ്രായേൽക്കാരനാണെന്ന്. മൂസ ഇസ്രായേൽക്കാരനെ ഇവരെ ഏറെക്കുറെ കാലത്ത് പിടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ മൂസയെ വിളിക്കൂ. കിബിത്തി വംശജർക്ക് മേൽക്കൈയുള്ള ഒരു രാഷ്ട്രക്രമത്തിനകത്ത് അവരുടെ വംശത്തിൽപ്പെട്ട ഫിറഔൻ രാജ്യം ഭരിക്കുന്ന ഒരു ക്രമത്തിൽ ഫിറൗന്റെ കൊട്ടാരത്തിൽ വളർന്ന ഈ ചെറുപ്പക്കാരനെ അടിപിടി കൂടുന്ന കൂട്ടത്തിലെ മുസ്ലിം സമുദായക്കാരൻ വിളിക്കൂലല്ലോ. പക്ഷേ ഈ മൂസയോട് സഹായത്തിന് വേണ്ടി സഹായത്തിന് അഭ്യർത്ഥിച്ചു. അപ്പൊ മൂസ നബി ചെന്നിട്ട് മൂസ, മറ്റവരെ മൂസ നബി അടി കൊടുത്തു. ഒന്ന് കൊടുത്തു എന്നാണ് പ്രയോഗം. അയാളുടെ കാറ്റുപോയി, അയാൾ മരിച്ചു. ഈ മരണം സംഭവിച്ചപ്പോൾ മൂസ നബി പറഞ്ഞ വർത്തമാനമാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. മൂസ നബി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇങ്ങനെ പറഞ്ഞു, ഹാദാമിൻ അമലി ശൈത്താൻ, ഇത് ശൈത്താന്റെ പ്രവർത്തനമാണ്. ഇന്നഹു അദുവ്വു മുദില്ലു മുബീൻ, മനുഷ്യനെ വ്യക്തമായി വഴികേടിലാക്കുന്ന ഒരുത്തനാണ് പിശാച്. അതുകൊണ്ട് ഇത് പിശാചിന്റെ പ്രവർത്തനം. പെട്ടെന്ന് അതിൽ ഇടപെട്ടിട്ട് നിയന്ത്രണമില്ലാതെ ഒരു അടി വെച്ചു കൊടുത്തു. അത് മർമ്മത്തിൽ കൊണ്ടവൻ തീർന്നു. ഇത് ശരിക്കും പിശാചിന്റെ പ്രവർത്തനമാണ്, പിശാച് അങ്ങനെയാണ് എന്ന് മൂസനെ പ്രതികരിച്ചു. എന്നിട്ടോ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ആയത്തെ കാല റബ്ബി ഇന്നി ദലംതു നഫ്സി ഫഗ്ഫിർലി, പടച്ചവനെ ഞാൻ എന്നോട് തന്നെ അക്രമം കാണിച്ചിരിക്കുന്നു. ഇത് മൂസാന്റെ പ്രാർത്ഥനയാണ് കേട്ടോ. മൂസാ നബി സമാധാനിക്കല്ല, ഒരുതൻ തീർന്നു കിട്ടിയല്ലോ, അത്രയെങ്കിലും ആയി എന്ന് വിചാരിക്കല്ല. ഒരു മാനസികാവസ്ഥയെ പഠിപ്പിക്കുക ഖുർആൻ. ഇത് അടികൊണ്ടുകൊണ്ടിരിക്കുന്ന, കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വംശഹത്യയുടെ എല്ലാ ടൂളുകളും ഉപയോഗപ്പെടുത്തപ്പെടുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൽ ജീവിക്കുന്ന മൂസാ നബിയുടെ മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥ മുസ്ലിമുകളെ നമുക്കുണ്ടാവണം. അതായത് അന്യായം പ്രവർത്തിക്കാൻ പാടില്ല എവിടെയും, ഏതവസ്ഥയിൽ നീതിപൂർവ്വം പ്രവർത്തിക്കണം. അതുകൊണ്ട് റബ്ബി ഇനി ദലംതു നഫ്സി ഫഗ്ഫിർലി, പടച്ചവനെ ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു, എന്നോട് നീ പൊറുക്കണം എന്ന് മൂസ പ്രാർത്ഥിച്ചു. അടുത്ത ഭാഗം നോക്കൂ, ഫഗഫറ ലഹു, അള്ളാഹു പൊറുത്തു കൊടുത്തു. അപ്പൊ അത് പൊറുത്തു കൊടുക്കേണ്ട ഒരു പാപമാണ്, പൊറുക്കലിനെ തേടേണ്ടുന്ന പാപമാണ്. അന്യായമായിട്ടൊരാളെ കൊല്ലാൻ പാടില്ല, അത് നമ്മുടെ വർഗശത്രുവാണെങ്കിലും.
ഭൂരിപക്ഷ വർഗീയവാദിയായ കിബിത്തിക്കാരനാണ് കൊല ചെയ്യപ്പെട്ടത്. ന്യൂനപക്ഷക്കാരനായ നിരന്തരം അടി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം അങ്ങനത്തെ സഹായിക്കാൻ ഇറങ്ങിപ്പോയതാണ്. ബോധപൂർവം ചെയ്തതല്ല, അങ്ങനെ സംഭവിച്ചു പോയതാ. അവിചാരിതമായി ഇടപെട്ടപ്പോൾ ബോധപൂർവമല്ലാത്ത ഒരു കൊല അങ്ങനെ സംഭവിച്ചതാ. പക്ഷെ അതൊരു കുറ്റമാണ്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് പൈശാചികമായ വൃത്തിയാണ്. പിശാചിന്റെ പ്രേരണയ്ക്ക് ഞാൻ അടിമപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് പടച്ചവനെ, ഞാൻ എന്നോട് വലംതു നഫ്സി, എന്നോട് അക്രമം ചെയ്തിരിക്കുന്നു, ഫഗ്ഫിർലി, എനിക്ക് പുറത്തു തരണം എന്നത്തെ ആത്മാർത്ഥ പ്രാർത്ഥിച്ചപ്പോ അള്ളാഹ് അവിടെ രേഖപ്പെടുത്തി ഗഫറ ലഹു, അള്ളാഹുവിന് പുറത്തു കൊടുത്തു. മൂസാ നബിയുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് പ്രാർത്ഥിച്ചതാണെങ്കിൽ അവിടെ അള്ളാഹ് പുറത്തു കൊടുത്തു എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ പഠിക്കേണ്ട പാടാ. നിലപാടുകളുമായി ബന്ധപ്പെട്ട് ഇവിടെ മുതൽ പഠിച്ചു തുടങ്ങണം. അപ്പൊ ആ കാലഘട്ടം ശരിക്കും മനസ്സിലാകും. നമ്മുടെ കാലഘട്ട നിലപാട് സ്വീകരിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹ് അത് പുറത്തു കൊടുത്തു എന്ന് പറയുമ്പോ പുറത്തു കൊടുക്കേണ്ടുന്ന ഒരു പാതകമാണ് മൂസ ചെയ്തത്. കാരണം ആ ചെറുപ്പക്കാരൻ കിബിത്തിക്കാരനാണ്. അവിടെ ഒരു വിചാരണാടിസ്ഥാനത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരവസ്ഥയിൽ കൊല ചെയ്യപ്പെടുകയല്ല അവൻ. ഈ രണ്ടുപേരും ആ കാര്യത്തിൽ പ്രശ്നക്കാരാ. സമുദായ അംഗങ്ങൾക്കും അങ്ങനെ കുഴപ്പമുണ്ട്. അവർ നിസ്സാര വിഷയങ്ങളുമായി കുഴപ്പമുണ്ടാക്കി നടക്കും, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരാള് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് അതിലിങ്ങനെ ചെയ്തപ്പോ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം, ഏറെ പൊറുക്കുന്നവനും കരുണാവാരിയ നാഥൻ ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ട് മൂസനക്ക് പുറത്തു കൊടുത്തു. അടുത്ത ആയത്ത് ഖാല റബ്ബി ബിമാ അൻഅംത അലയ്യ ഫലൻ അകൂന ലഹീറൽ മുജ്രിമീൻ, പടച്ചവനെ, നീ എന്നോട് ചെയ്ത എല്ലാ അനുഗ്രഹത്തിലും എനിക്കറിയാം. ആ അനുഗ്രഹങ്ങളെ സാക്ഷിയാക്കി ഞാനിതാ പറയുന്നു, ഇനി ഒരിക്കലും ഞാൻ കുറ്റവാളികൾക്ക് ഒരു സഹായി ആയിരിക്കില്ല. ഫലൻ അകൂന ലഹീറൽ മുജ്രിമീൻ, മൂസയുടെ വർത്തമാനം ഒരു പ്രതിജ്ഞയാണ്. ഇനി ഞാൻ ഒരിക്കലും കുറ്റവാളികൾക്ക് സഹായിയാവില്ല. ഇവിടെ കുറ്റവാളിയായിട്ട് ആരാ വരുന്നത്? ഈ സമുദായക്കാരൻ. അവൻ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടുണ്ടായിരിക്കാം. അവനെ സഹായിക്കാനാ പോയത്. അബദ്ധം സംഭവിച്ചു, തെറ്റാണ് ചെയ്തത്, ഇയാൾ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്റെ ഭാഗത്ത് അങ്ങനെ ഒരു അവിചാരിതമായ ഇടപെടലുണ്ടായി, പൈശാചിക പ്രവൃത്തിക്ക് വിധേയമായി സംഭവിച്ചതാ. അങ്ങനെ ഇവൻ കൊല ചെയ്യപ്പെട്ടു. ഞാൻ കുറ്റമാണ് ചെയ്തത്, പടച്ചവനെ, എനിക്ക് നീ പുറത്തു തരണം. എന്നല്ല, നീ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും സാക്ഷിയാക്കി ഞാനിതാ ഒരു പ്രതിജ്ഞയെടുക്കുന്നു, ഇനി ഒരിക്കലും ഫലൻ അക്കൂന ലഹീറൽ മുജ്രിമീൻ, ക്രിമിനലുകൾക്ക് ഞാൻ ഒരിക്കലും സഹായിയാവില്ല. ഒരു മുസ്ലിം അങ്ങനെയാണ് നിലപാടെടുക്കേണ്ടത്. സാമുദായിക പ്രശ്നങ്ങളുണ്ട്, കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ട്, വർഗീയവാദികളുണ്ട്, നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളായിട്ട് പ്രശ്നം സൃഷ്ടിക്കാനും പാടില്ല, നമ്മളായിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു അന്യായം പ്രവർത്തിക്കാനും പാടില്ല. അങ്ങനെ പ്രവർത്തിച്ചാൽ അത് കുറ്റകരമാണ്. ആ കുറ്റം വലിയ തെറ്റ് തന്നെയാണ്. അത് പൊറുക്കലിനെ തേടിയാൽ അല്ല പുറത്തു തരും. അല്ല പുറത്തെന്നാൽ അത് പൊറുക്കപ്പെട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നിലപാട് ഒരിക്കലും കുറ്റവാളികൾക്ക്, ക്രിമിനൽക്ക് സഹായികളാകാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ ഇവിടെ. തുടർന്ന് ആയത്ത് ഫഅസ്ബഹ മദീനത്തി ഖായിഫൻ യതറഖബ്, അങ്ങനെ അദ്ദേഹം വളരെ ഭയപ്പാടോടെ പിന്നീട് ദിവസങ്ങൾ കടന്നു കഴിഞ്ഞു പോവുക. പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹം പട്ടണത്തിലേക്ക് ഇറങ്ങി. അപ്പൊ ഇതേ കാഴ്ച കാണുന്നു. ആര്? ഈ പറഞ്ഞ ഇസ്രായേൽക്കാരൻ വേറെ ഒരു കിബിത്തിക്കാരനുമായി ഭൂരിപക്ഷ സമുദായക്കാരനുമായിട്ട് ശണ്ട കൂടുന്നു. ആയത്തുകൾ നിങ്ങൾ പഠിക്കുക. അപ്പോ ഈ കാഴ്ച കണ്ടപ്പോ മൂസാ നബിയെ വീണ്ടും ഇവൻ സഹായത്തിന് വിളിച്ചു. അപ്പൊ മൂസ പറഞ്ഞ വർത്തമാനം ഖാലലഹു മൂസ ഇന്നക ലഗവിയ്യുൻ മുബീൻ, നീ വളരെ വ്യക്തമായ കുഴപ്പക്കാരനാണടാ, നീ ഈ സമുദായത്തെ കുഴപ്പത്തിലാക്കും. അപ്പൊ സമുദായത്തെ കുഴപ്പത്തിലാക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. അടികൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം സമുദായം ജീവിക്കുന്ന, ആ മുസ്ലിം സമുദായത്തെ അരികവൽക്കരിക്കുന്ന, ആ മുസ്ലിം സമുദായത്തെ വംശഹത്യ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ആ മുസ്ലിം സമുദായത്തെ ഒന്നുമല്ലാതാക്കാൻ പൗരത്വരഹിതരാക്കി, രാഷ്ട്രരഹിതരാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രക്രമത്തിനകത്തും മുസ്ലിം സമുദായത്തിൽ കുഴപ്പക്കാരുണ്ടാകും എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. മുമ്പേ നമ്മൾ കേട്ടിട്ടുണ്ട്, പല വർഗീയ ലഹളകളും മുമ്പ് നടന്ന് കള്ളുഷാപ്പിൽ നിന്നാ തുടക്കം. അത് കാരണന്മാർക്കറിയാം. കള്ളുഷാപ്പിൽ കയറിയിട്ട് കുടിക്കുന്നിടത്തുനിന്ന് മുസ്ലിം പേരുകാരനും മറ്റും തുടങ്ങിയ പ്രശ്നം പിന്നീട് പുറത്തെത്തും. പ്രേമത്തിന്റെ പേരിൽ, ചാടിച്ച് കൊണ്ടുപോയതിന്റെ പേരിൽ, ചാടിച്ച് കൊടുന്നതിന്റെ, ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കണം. ഈ സംഭവം വെറുതെ പറഞ്ഞാലേ, ഇത്ര സവിസ്തരം പറയേണ്ട കാര്യം എന്താ? പ്രവാചകനല്ലാത്ത മൂസയാണ്. അബദ്ധം പറ്റാലോ. പ്രവാചകനാണെങ്കിൽ അള്ളാന്റെ വഹി ഉണ്ടാവും. അപ്പോഴും ചിലപ്പോൾ ചില കുറവുകളൊക്കെ ഉണ്ടാവും, അത് തിരുത്തി കൊടുക്കും. അങ്ങനെയാണ്. അതാണ് വഹീന്റെ അടിസ്ഥാനം നടക്കുന്ന സംഭവങ്ങൾ. തിരുനബിയോട് പറഞ്ഞില്ലേ, നമ്മളിപ്പോഴും ഖുർആൻ വായിക്കുന്ന അബസവത്തവല്ല അൻജഅഹുൽ അഅ്മ, അന്ധനായ ഒരാൾ കയറി വന്നപ്പോ നീ മുഖം ചുളിച്ചു അല്ലേ എന്ന് തിരുനബി അബ്ദുല്ലാഹി ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു, കാഴ്ച പരിമിതിയുള്ള ആളാണ്,
അദ്ദേഹം വന്നിട്ട് പ്രവാചകനോട് എന്തോ ചോദിച്ചപ്പോൾ ഇവിടെ നടക്കുന്ന സംസാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയും ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഗാംഭീര്യം മനസ്സിലാക്കിയും റസൂലുള്ളാഹി അദ്ദേഹത്തെ അത്ര പരിഗണിക്കാതിരുന്നപ്പോ ആ വിഷയത്തെ കുറിച്ച് വഹി വരിക. നമ്മളിപ്പോഴും വായിക്കുക ഒരു ചെറിയ സ്ഖലിതം. ഇപ്പോഴത്തെ ഈ സദസ്സിന്റെ ഗൗരവം വെച്ചുകൊണ്ട് ആ വന്ന ആളെ എല്ലാം പരിഗണിക്കണം തോന്നിയിട്ട് റസൂലുള്ളാഹി നിലപാടെടുത്തപ്പോ അബസ നീ മുഖം ചുളിച്ചു അല്ലേ, പത്തവല്ല നീ പിന്തിരിഞ്ഞു കളഞ്ഞു അല്ലേ, കാഴ്ചയില്ലാത്ത ഒരാൾ വന്നപ്പോ എന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മൾ ഓതുക. അപ്പൊ വഹിയുള്ള പ്രവാചകനാണെങ്കിലും ചിലപ്പോൾ ചില സ്ഖലിതങ്ങൾ സംഭവിക്കാം, അത് തിരുത്തി കൊടുക്കും. ഇത് വഹിയില്ലാത്ത പ്രവാചകൻ മൂസ, നല്ല ചെറുപ്പക്കാരൻ, രക്തം തുളുമ്പ് തന്റെ സമുദായത്തോട് കാണിക്കുന്ന അന്യായത്തെ കുറിച്ച് നിരന്തരം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന, ആ സമുദായത്തെ ഇല്ലായ്മ ചെയ്യാൻ കൊട്ടാൽ നടക്കുന്ന ചർച്ചകൾ കേൾക്കുന്ന, അവിടുന്ന് ഫറവയുടെ തീരുമാനങ്ങൾ അറിയുന്ന, അതിന്റെ ഭാഗമായി ഓരോ ദിനവും കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുമക്കളുടെ വിവരങ്ങൾ തന്റെ സമുദായക്കാരൻ കൊല ചെയ്യപ്പെടുന്ന അറിയുന്ന, അങ്ങനെ വൈകാരികതയുടെ ആ ഉച്ചസ്ഥായിൽ നിൽക്കാവുന്ന അവസ്ഥയിൽ ഒരു യുവാവ്, പ്രവാചകനല്ലാത്ത മൂസ, ഇടപെട്ട് നടത്തിയ ഒരു ഇടപെടലിൽ അതൊരു മരണത്തിൽ കലാശിച്ചപ്പോൾ ആ വിഷയത്തിൽ അതൊരു കുറ്റമായി മനസ്സിലാക്കി പൊറുക്കലിനെ തേടുകയും ഇത്തരം ക്രിമിനലുകൾക്ക് ഞാൻ ഒരിക്കലും സഹായിയാവില്ലെന്ന് പ്രതിജ്ഞയെടുക്കുകയും പിറ്റേ ദിവസം അതേ കുഴപ്പക്കാരനായ മുസ്ലിം ചെറുപ്പക്കാരൻ ഈ വിഷയം ഉണ്ടാക്കി സഹായത്തിന് വിളിച്ചപ്പോ നീ കുഴപ്പക്കാരൻ കവി, നീ അന്യായം ചെയ്യുന്ന വഴിപിഴച്ചവനായ കുഴപ്പക്കാരനാണെന്ന് മുഖത്ത് നോക്കി പച്ചക്ക് പറയുകയും ചെയ്ത പ്രയോഗം ഖുർആൻ എടുത്തു പറഞ്ഞത് വെറുതെയല്ല. മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ പഠിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ വകതിരിവില്ലാതെ കാണിക്കുന്ന അന്യായങ്ങൾ എന്തെല്ലാം ദുരന്തമുണ്ടാക്കുന്നു പഠിക്കണം. അങ്ങ് ഉത്തരേന്ത്യയിൽ കേസ് വന്നാൽ വീട് ബുൾഡോസർ ചെയ്യலாம். നിങ്ങൾ പഠിച്ചു നോക്കൂ എന്ന കേസുകൾ. ഇന്ന് പുതിയ സംവിധാനം ഉണ്ടല്ലോ, നമുക്ക് ചോദ്യങ്ങൾ കൊടുത്താൽ ഉത്തരങ്ങൾ കിട്ടും. ഇപ്പോ അമുസ്ലിം പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെട്ടതിന്റെ പേരിൽ തകർക്കപ്പെട്ട മുസ്ലിം വീടിന്റെ എണ്ണങ്ങൾ നോക്കുക നിങ്ങൾ. കുറ്റവാളികളെ കൂടെ കൂടിയിട്ട് കാണിച്ച അന്യായത്തിന്റെ പേരിൽ തകർക്കപ്പെട്ട മുസ്ലിം വീടുകൾ പഠിക്കുക നിങ്ങൾ. അതൊന്നും ന്യായത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറ്റവർക്ക് വഴിയിട്ട് കൊടുക്കല. അത്തരം പണികൾ ചെയ്യാൻ പാടില്ല എന്നാ. ഇത് പഠിക്കേണ്ട പാഠമാണ്. ഇവിടെ ഈ പെരിന്തൽമണ്ണ ഭാഗത്ത് ഏതോ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അവിടെ ഉസ്ബെക്കിസ്ഥാനിലോ മറ്റോ ഒരു പെൺകുട്ടിയെ, നോൺ മുസ്ലിമായ പെൺകുട്ടിയെ കൊന്നു കളഞ്ഞത് എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കി. ഇവിടെ അടൂർ ഒരു മുസ്ലിം പെണ്ണിനെ ഒരു സംഘപരിവാരക്കാരൻ ചെയ്ത അന്യായത്തിന് വല്ല ബഹളമുണ്ടോ? അവർക്ക് പ്രിവിലേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പ്രിവിലേജ് ഇല്ലാത്തവരാണെന്ന് മനസ്സിലാക്കണം. 8 പേരെ ബോംബ് സ്ഫോടനം നടത്തിയിട്ട് കളമശ്ശേരിയിൽ കൊന്നു കളഞ്ഞാൽ UAPA ഇല്ല. പോസ്റ്റർ ഒട്ടിക്കാൻ പോകാത്ത അലനും താഹക്കും UAPA ഉണ്ടായില്ല. പഠിക്കണം. പേര് മാത്രമേ ഉള്ളൂ മുസ്ലിം, അവരാരും ഇസ്ലാമിക ആദർശമുള്ള കൂട്ടരല്ല. ഒരു പരിധിവരെ കമ്മ്യൂണിസ്റ്റ് യാത്രികരാണ്. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നാട്ടിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ പത്രത്തിൽ വായിച്ച് വികാരം കൊണ്ടാൽ പോരാ. ഈ സമുദായത്തെ പഠിപ്പിക്കണം, ബന്ധപ്പെട്ട പണ്ഡിതന്മാര് പഠിപ്പിക്കണം, രാഷ്ട്രീയ നേതാക്കന്മാരെ പഠിപ്പിക്കണം, സംഘടനകൾ പഠിപ്പിക്കണം, മാതാപിതാക്കൾ പഠിപ്പിക്കണം. അങ്ങനെ പ്രേമത്തിൽ വീണ് പിന്നെ മാതാപിതാക്കൾ അഭിമാനം കാക്കാൻ വേണ്ടി അതിനെ കൊണ്ടുപോയി മതം മാറ്റാൻ ശ്രമിച്ചു. അങ്ങനെ കലിമ ചൊല്ലിച്ചൂന്നും ചൊല്ലിയെന്നും ചൊല്ലിയില്ലാന്നും പറഞ്ഞു. എന്നിട്ട് അത് പള്ളിയിൽ വെച്ച് തന്നെ നിക്കാഹ് നടത്താൻ ഇമാമിനെ നിർബന്ധിച്ചു. ഈ വക വൃത്തികേട് കാണിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്കറിയാം. ഇതെന്താ സംഭവം? ഒരു സാമൂഹിക ക്രമത്തിനകത്ത് ഇതൊക്കെ വിഷയമാണെന്നറിഞ്ഞാൽ നിലപാട് സ്വീകരിക്കണം മുസ്ലിം. അതുകൊണ്ടാണ് മൂസനെ പറഞ്ഞത് നിന്റെ കൂടെ ഞാനില്ല, നീ മുജ്രിമാണ്, ക്രിമിനലാണ്. മുസ്ലിം സമുദായക്കാരാണ് നീ ക്രിമിനലാണെന്ന്. പലൻ അക്കൂന ലഹീറ അൽ മുജ്രിമീൻ, ഇത്തരം ക്രിമിനലുകൾക്ക് ഞാൻ ഒരിക്കലും സഹായിയാവില്ല തമ്പുരാനെ എന്ന് പ്രവാചകനല്ലാത്ത മൂസ നിലപാട് സ്വീകരിച്ചെങ്കിൽ പ്രവാചകനല്ലാത്ത ഞാനും നിങ്ങൾക്കും നിലപാടുകൾ ഉണ്ടാവണം. നമ്മുടെ മക്കളെ ഈ നിലപാട് പഠിപ്പിക്കണം. മഹല്ല് സംവിധാനം അങ്ങനെ തന്നെ കെട്ടിപ്പടുക്കണം. ഈ കാലത്ത് കൊടുക്കേണ്ട തർബിയത്ത് ഇതാണ്. ഈ വക തർബിയത്തുകൾ ഇന്ന് മദ്രസയിൽ കൊടുക്കണം, കുടുംബത്തിന് കൊടുക്കണം, മാതാപിതാക്കൾ വീട്ടിൽ സംസാരം ഉണ്ടാക്കണം. ഓരോ വിഷയം ദീനേന വന്നുകൊണ്ടിരിക്കാം. പത്രവാർത്തകൾ ധാരാളം നിങ്ങൾക്കറിയാലോ. സാമ്പിളുകൾ മാത്രമാണ് മിമ്പറിൽ നിന്ന് പറഞ്ഞത്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ ക്യാമ്പസ് 10ാം ക്ലാസ്സുകാരൻ 8 മുതൽ പ്രശ്നമായിപ്പോ, പിന്നെ +1 +2, പിന്നെ അങ്ങോട്ട് കോളേജ്, പ്രൊഫഷണൽ സംവിധാനം. അവിടെ നിന്നൊക്കെ പഠിക്കുമ്പോൾ മക്കൾക്ക് ബോധ്യം ഉണ്ടാവണം ഇത് അന്യായമാണ്. മുശ്രിക്കത്തുമായ ഒന്നിനെ കല്യാണം കഴിക്കാൻ പാടില്ല. പിന്നെ അതിനെ ഏതോ നിലക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് കെട്ടിച്ചാലൊന്നും സംഗതി സ്വർഗത്തിലേക്കുള്ള സിറാത്ത് പാലം കടക്കൂല. അത് ആദ്യം മനസ്സിലാക്കണം.
ആദർശപരമായ മാറ്റം തികച്ചും ആദർശപരമായി തന്നെ സംഭവിക്കണം. ചിലപ്പോൾ അത് നിമിത്തമായേക്കാം, പക്ഷെ അത് ആത്മാർത്ഥമായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇസ്ലാമികവൽക്കരിച്ച് പള്ളിയിൽ നിന്ന് നിക്കാഹ് നടത്താൻ വേണ്ടിയിട്ട് മാതാപിതാക്കളും കുടുംബത്തിലെ നേതാക്കന്മാരും കൂടിയിട്ട് പരിപാടി ഒപ്പിക്കുകയാണ്. എന്നിട്ട് അത് കേസായി ഇമാമുമാർ വരെ അറസ്റ്റിലാക്കും. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അങ്ങനെ ഒരുത്തൻ കെട്ടുകയാണെങ്കിൽ കെട്ടട്ടെ എന്ന് വെക്കണം, അല്ലെങ്കിൽ ഒരുത്തി അങ്ങനെ മറ്റൊരുത്തന്റെ കൂടെ പോട്ടെ എന്ന് വെക്കണം. അവർക്ക് കല്യാണം കഴിക്കാൻ ഇവിടെ രജിസ്റ്റർ മാരേജ് സംവിധാനമുണ്ട്, ആ വഴിക്ക് വിടണം. ഇതെല്ലാം കൂടി പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ മാന്യന്മാരാകാൻ ശ്രമിക്കരുത് എന്ന് ശക്തമായിട്ട് ഈ സമുദായ അംഗങ്ങളെ പഠിപ്പിക്കാൻ ഉലമാക്കൾക്കും ഉമറാക്കൾക്കും ബാധ്യതയുണ്ട്. അങ്ങനെല്ലാം കൂടി പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം ഈ സംവിധാനം മൊത്തം പ്രതിക്കൂട്ടിലാകുന്ന അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ക്രിമിനൽ മെന്റാലിറ്റിയോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയണം. അപ്പൊ മൂസ നബി ഈ നിലപാടിലാ പിന്നീട് അന്ന് പ്രവാചകനില്ലാത്ത മൂസ സ്വീകരിച്ച ഈ നിലപാട് നമുക്ക് മാതൃകയാണ്. അല്ലെങ്കിൽ ഇത്രയും വിശദമായിട്ട് ഈ കാര്യം ഖുർആൻ എന്തിന് പറയണം? ഫലമ്മാ അൻ അറാദ അൻ യബ്തിശ ബില്ലദീ ഹുവ അദുവൻ ലഹുമാ, ഈ രണ്ടുപേരുടെയും ശത്രു, മൂസയുടെയും ഈ ചെറുപ്പക്കാർ രണ്ടുപേരും ശത്രുവായ ചങ്ങാതി ഈ സമുദായക്കാരനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലായപ്പോ മൂസ നബി അവന്റെ നേരെ ഈ കിബിത്തിക്കാരൻ നേരെ ചെന്നപ്പോ ഇസ്രായേൽക്കാരൻ മനസ്സിലാക്കി, എന്നോട് ദേഷ്യപ്പെട്ട മൂസ എന്നെ കൈകാര്യം ചെയ്യാൻ വരിക. അങ്ങനെ സംഭവം അവിടെ. അപ്പൊ എനിക്ക് നേരെ മൂസ വരികയാണെന്ന് പേടിച്ചിട്ട് ഇവൻ കാലയാ മൂസ ഇന്നലെ നീ ഒരുത്തനെ കൊന്നില്ലേ, അതുപോലെ ഇപ്പൊ എന്നെ കൊല്ലാൻ ശ്രമിക്കണമെന്ന് ഈ സമുദായക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് മറ്റേ കിബിത്തിക്കാരനെ മനസ്സിലായി, ഇന്നലെ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവനെ കൊന്നത് മൂസയാണെന്ന്. അങ്ങനെ ഈ സമുദായക്കാരൻ ഇവിടെ ഒറ്റുകാരനായിട്ട് മാറി. മൂസാ നബിയെ ഒറ്റുകൊടുത്തത് ഈ സമുദായക്കാരൻ തന്നെയാണ്. ഇപ്പൊ സമുദായ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആദർശപരമായ നിലപാടില്ലാത്തവരാണ് എങ്കിൽ അവരുണ്ടാക്കുന്ന അപകടങ്ങൾ ഒരു സമുദായത്തിന്റെ സ്വസ്ഥമായ മുന്നുള്ള പ്രയാണത്തെ അപകടത്തിലാക്കും എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുക. അതുകൊണ്ട് ഇന്നലെ ഒരുത്തനെ കൊന്നതുപോലെ ഇന്ന് എന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേ. ഇൻ തുരീദു ഇല്ല അൻ തകൂന ജബ്ബാറൻ ഫിൽ അർദ്, നീ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. വമാ തുരീദു അൻ തകൂന മിനൽ മുസ്ലിഹീൻ, നീ ഒരിക്കലും ഈ നാട് നന്നാക്കാൻ ഒരുങ്ങിയവനല്ല എന്നൊക്കെ ഇസ്രായേൽക്കാരൻ സംസാരിച്ചു തുടങ്ങി. ആര്? സമുദായക്കാരൻ. അപ്പോഴാണ് മറ്റേ കിബിത്തിക്കാരൻ മനസ്സിലാക്കി, ഇന്നലെ ഞങ്ങൾ പെട്ടെന്ന് കൊന്നത് ഈ പറഞ്ഞ മൂസയാണ്. വിവരം കൊട്ടാരത്തിലെത്തി. ഫിറഔനും കൂട്ടരും ഗൂഢാലോചന നടത്തി. മൂസയെ പിടികൂടി കൊല്ലാൻ അവർ തീരുമാനിച്ചു. കൊട്ടാരത്തിൽ ഒരു നല്ല മനുഷ്യൻ മൂസയോട് അനുഭാവമുള്ള ആളെന്ന് നീ നാട് വിട്ടോ, ഇല്ലെങ്കിൽ നിന്റെ കാര്യം കുഴപ്പത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ മൂസ നബി നാട് വിട്ടു. ഒറ്റ സംഭവം. ഈ സംഭവത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട് സഹോദരന്മാരെ. ഒരു സമുദായം അനുഭവിക്കുന്ന ദുരന്തത്തിന് മുമ്പിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ സമുദായ അംഗങ്ങൾക്ക് അവർ സ്വീകരിക്കേണ്ട കുറെ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ആരാണ് ഈ സമുദായത്തെ പഠിപ്പിക്കുക? നമ്മുടെ മതസംഘടനകളും നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ നേതാക്കന്മാരും ഈ സമുദായത്തെ പഠിപ്പിക്കണം. മാതാപിതാക്കളായ നമ്മളും നമ്മളെ മക്കളെ പഠിപ്പിക്കണം. എങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് ശരിയാണ് എന്ന് വരികയുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ആളുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മിൽപ്പെട്ട ഒരുത്തൻ കാണിക്കുന്ന ഒരു ക്രിമിനലിസം അവന് ഇസ്ലാമായിട്ടൊരു ബന്ധം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു കുറ്റകൃത്യം, ലഹരിയുമായി ബന്ധപ്പെട്ട് തൂഫാൻ പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇഷ്ടം പോലെ സമുദായത്തിലെ ആളുകൾ, മറ്റവരില്ല എന്നല്ല. ഇതൊക്കെ ഈ സമുദായത്തിൽ ഉണ്ടായപ്പോതിന്റെ കാരണക്കാർ ഒന്നാമതായി മാതാപിതാക്കളും, രണ്ടാമതായി പണ്ഡിതന്മാരും, മൂന്നാമതായി രാഷ്ട്രീയക്കാരായ നേതാക്കന്മാരും മതസംഘടനകളുമാണ്. ഒരു സമുദായത്തെ നേരെ ചൊവ്വേ തങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിന്റെ ചൂട് മനസ്സിലാക്കി, നമ്മൾ ചവിട്ടി നിൽക്കുന്ന പ്രതലത്തിന്റെ ചൂട് മനസ്സിലാക്കി അവരെ ആദർശപരമായി കരുത്തരാക്കി മാറ്റിയിട്ട് അവരനുഭവിക്കുന്ന അവസ്ഥയിൽ നാട്ടിലെ ബാക്കിയുള്ള മനുഷ്യർ അവർക്ക് സഹായികളായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത കാലത്തോളം നമ്മുടെ എല്ലാ വാഴലും ഊർദിയും കുത്തുവയും നിഷ്ഫലങ്ങളാണ്. നമ്മുടെ മദ്രസകളും നിഷ്ഫലങ്ങളാണ്. ഈ യാഥാർത്ഥ്യം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സമയപരിമിതിക്കകത്ത് ഈ ഒരു സംഭവം മുമ്പിൽ വെച്ച്. അപ്പൊ എങ്ങനെ സ്ട്രാറ്റജി രൂപീകരിച്ച് മുന്നോട്ട് പോകണം മുസ്ലിം സമുദായം എന്നതിൽ ആദ്യ പാഠം പ്രവാചകനില്ലാത്ത മൂസയുടെ ജീവിതം സംഭവിച്ച ഈ സംഭവമാണ്. ഇത് വിശുദ്ധ ഖുർആൻ മുമ്പിൽ വെച്ച് ഒന്ന് പഠിക്കുക, അതിന്റെ തഫ്സീറുകൾ വായിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാകും ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട വലിയ പാഠങ്ങൾ അതിനകത്തുണ്ട് എന്ന്. അതുകൊണ്ട് ലക്ഷണമൊത്ത ഒരു മുസ്ലിം ചെറുപ്പക്കാരനായി മൂസാ നബിയുടെ നിഷ്കളങ്കതയോടുകൂടി ക്രിമിനലുകൾക്ക് നമ്മൾ ഒരിക്കലും സഹായികളാവില്ല, നമ്മളായിട്ട് പൈശാചിക വൃത്തിക്ക് അടിപ്പെടുകയുമില്ല, നീതിപൂർവ്വമല്ലാതെ പ്രവർത്തിക്കില്ല, ധാർമ്മികമായിട്ട് നിലപാട് സ്വീകരിക്കൂ.
അങ്ങനെ നിന്നുകൊണ്ട് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമെന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കൾക്കും സാധിക്കണം. അതൊരു വലിയ തീരുമാനമായിരിക്കും. അത്തരത്തിൽ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് നടുവിൽ കരുത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ ഈ മുസ്ലിം സമുദായത്തെ അള്ളാഹു കരുത്തരാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസു ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന് ഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് അള്ളാഹു എളുപ്പം നൽകുമാറാവട്ടെ. ജനിച്ച മണ്ണിൽ കാലുറപ്പിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്നവരുടെ നാശം അള്ളാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك.